ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സാധ്യതയുള്ള ITI കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷൻ, അതായത് 2025 അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ ITI അഡ്മിഷന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ITI കോളേജുകളായിട്ടുള്ള 108 ഗവൺമെൻറ് ITI കോളേജിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള 78ഓളം ട്രേഡ്സ്, അത് 78ഓളം സബ്ജക്റ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. അപ്പോൾ ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ പ്രാധാന്യങ്ങൾ, കരിയർ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ITI അഡ്മിഷൻ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥി നോട്ട് ചെയ്ത് നോക്കുക, itiadmissions.kerala.gov.in. ഇവിടെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ലിങ്ക് ജസ്റ്റ് ഡയറക്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് ഫസ്റ്റ് ഹോം പേജിൽ തന്നെ നിങ്ങളുടെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്മിഷൻ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് സൂൺ എന്നാണ്, പക്ഷേ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജുകൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് ആപ്ലിക്കൻ്റ് നെയിം. അപ്പോൾ ശ്രദ്ധിക്കുക, SSLC ബുക്ക് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെക്കുക, അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ITI കോഴ്സിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ SSLC ആണ്. ഇനി +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ITI കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല, മികച്ച കരിയർ സാധ്യതയുള്ള കോഴ്സുകൾ തന്നെയാണ് ITI. ഗവൺമെൻറ് സെക്ടറാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഒരുപാട് സാധ്യതയുള്ള കോഴ്സുകളാണ് ITI. അപ്പോൾ ഏറ്റവും സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വരിക. അപ്പോൾ നെയിം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മൊബൈൽ നമ്പർ, ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡിയും നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കൊടുക്കുക. നിങ്ങൾ മൊബൈൽ ഫോണിലുള്ള മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ശേഷം ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്വാഭാവികം പാസ്വേഡ് ജസ്റ്റ് നിങ്ങളുടെ നെയിം @123 ആ ഒരു മോഡലുള്ള ഒരു പാസ്വേഡ്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് റീടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു എൻ്റർ ക്യാപ്ചർ അടിക്കുന്നു. ശേഷം നിങ്ങളിവിടെ രജിസ്റ്റർ എന്നുള്ള ആ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകും. അപ്പോൾ അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഇൻഫോ ഈ പേജിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾ സെലക്ട് മെട്രിക് സ്കീം, ഇവിടെയാണ് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. അതായത് SSLC ആണോ, THSLC ആണോ, അതർ മെട്രിക് ആണോ. അപ്പോൾ സ്വാഭാവികം SSLC ആൻഡ് മിനിമം ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നിങ്ങളുടെ ഇയർ ഓഫ് മെട്രിക് എക്സാം മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തിലാണ് SSLC പാസ്സായിട്ടുള്ള 25, 25, 24 ജസ്റ്റ് ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ A1 സർട്ടിഫിക്കറ്റ്, അപ്പോൾ നിങ്ങളുടെ SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ SSLC ബുക്കിൽ അതേ ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇതൊക്കെ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ SSLC മാർക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ഇതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് +2 ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ +2 ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫെയിലാണ് ഫെയിൽ കൊടുക്കുക. ഇനി +2 ഒന്നുമല്ലാത്തവരാണ് നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ ഓൾറെഡി +2 ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പാസ് കൊടുക്കാം, ഇനി അല്ലെങ്കിൽ ജസ്റ്റ് ഫെയിൽ കൊടുക്കാം. ഫെയിലാണ് എല്ലാത്തവരും ജസ്റ്റ് SSLC കഴിഞ്ഞവരാണ് നോട്ട് ആപ്ലിക്കബിൾ, അത്രമാത്രം. ഓക്കെ. ഇനി പ്രീവിയസ്ലി സ്റ്റഡീഡ് ഇൻ ഗവൺമെൻറ് IT, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഗവൺമെൻറ് IT സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, എല്ലാത്തവർക്ക് നോ എന്ന് കൊടുക്കുക. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. റിലീജിയൻ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഏതാണ്, ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ, നോ റിലീജിയൻ, ആ രീതിയിൽ സെലക്ട് കൊടുക്കുന്നു. ശേഷം നമ്മുടെ കാസ്റ്റ് കൃത്യമായിട്ട് റിലീജിയൻ ബേസ് ആയിട്ട് നിങ്ങൾ കാസ്റ്റ് SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടുത്ത പേജിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോയാണ്. അപ്പോൾ നിങ്ങളുടെ SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ, നിങ്ങൾ വീട്ടുപേര്, അതേപോലെ നിങ്ങളുടെ സ്ഥലം, അത്തരത്തിലെ എല്ലാ കാര്യം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പിൻകോഡ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾ എവിടെയാണ് പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും നോർമൽ എല്ലാവരും ഒരേ ഇതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എന്നല്ല, അതായത് കോപ്പി ആബോ മുകളിലുള്ള എല്ലാ അഡ്രസ്സും സെയിം നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള ഇമെയിൽ അഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തു. ഇനി ഗാർഡിയൻ മൊബൈൽ നമ്പർ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഗാർഡിയനായിട്ടുള്ള ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരുടെങ്കിലും മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നിങ്ങളിവിടെ സേവ് ആൻഡ് ഫിൽ അതർ ഇൻഫോ ടൈപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേജിൽ നിങ്ങൾ അതർ ഇൻഫോയാണ്. അതിൽ ജവാൻ കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ മാത്രം ജസ്റ്റ് അതായത് ജവാൻ കാറ്റഗറിയിൽപ്പെട്ടവരാണ് ജസ്റ്റ് ഏതാണ് നിങ്ങളുടെ കാറ്റഗറി അത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അല്ലാത്തവർ ജസ്റ്റ് NA എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
അതിൽ NCC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇല്ലാത്തൊരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷേ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ NCC ഉള്ളവർ മാത്രം ഏതാണോ A ആണോ B ആണോ C ആണോ ടിക്ക് ചെയ്യുക, അല്ലാത്തൊരു NA നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി യൂത്ത് ഫെസ്റ്റിവൽ, നിങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റിവലിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലാത്തൊരു NA. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ബിലോങ്സ് ടു റിസർവ്ഡ് ബ്ലോക്ക് ആണെങ്കിൽ മാത്രം അത് ക്ലിക്ക് ചെയ്യാൻ. അല്ലാത്തവർ സർട്ടിഫൈഡ് NSS വോളണ്ടിയർ, നിങ്ങൾ NSS വോളണ്ടിയർ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക. അത്തരത്തിൽ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി നോക്കുക, ബർമ്മ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് 1/6/1963 ശേഷമോ പുറത്താക്കപ്പെട്ടവർ, അത്തരത്തിൽ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ടവരാണ് യെസ് കൊടുക്കുക, അല്ലാത്തവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്കൗട്ട് ഗൈഡ്, ഇത്തരത്തിൽ ഏതെങ്കിലും അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ബാഡ്ജ് ലഭിച്ചിട്ടുള്ള സ്കൗട്ട് ഗൈഡ് ഇങ്ങനെയുള്ളവർ മാത്രം യെസ് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ അംഗീകൃത അനാഥാലയത്തിലെ അന്തേവാസികളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ ഒന്നും കൊടുക്കേണ്ട. ഇനി ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ മാത്രം, അതായത് THS ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ചവർ യെസ് കൊടുക്കുക, അല്ലാത്തവർ കൊടുക്കരുത്. ഇനി സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ കൊടുക്കേണ്ട. ഇനി അതോടൊപ്പം തന്നെ ജുവൈനൽ ജസ്റ്റിസ് ഹോമിലെ വിദ്യാർത്ഥികൾ യെസ് കൊടുക്കുക, അല്ലാത്തവർ ഒന്നും കൊടുക്കേണ്ട. ആംഗ്ലോ ഇന്ത്യൻ, അതേപോലെ ആൻഡമാൻ നിക്കോബർ. ഓക്കെ, അതോടെ ഭാഷ, അതായത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതായത് തമിഴ് കന്നഡയിൽ പെട്ടവരാണ്, അവരും യെസ് കൊടുക്കുക, അല്ലാത്തവർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്തരത്തിൽ കാര്യം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഇഫ് നെസസറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ ഇത്തരത്തിൽ ഏതെങ്കിലും നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മാത്രം പോരാ, ഈ പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് NSS അല്ലെങ്കിൽ NCC അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിഫറൻറ്റ് ആബിൾഡ് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പോൾ ഞാൻ ഒറ്റയും നോ അപ്ലിക്കബിൾ എന്ന് കൊടുത്തുകൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് ഓപ്റ്റ് യുവർ ട്രേഡ് ചൂസ്. ഇനി ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതാണ് കോളേജ്, ഗവൺമെൻറ് IT കോളേജിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ, ഇത്തരത്തിലുള്ള കാര്യം വളരെ കൃത്യമായ ഒരു ധാരണയാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിവിടെ ഈ ഒരു പേജിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. ഇവിടെ ഞാൻ താഴെ ഡിസ്ട്രിക്റ്റ്, അതായത് ഞാൻ ജസ്റ്റ് കണ്ണൂർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ ITI കോളേജുകളെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഗവൺമെൻറ് IT കണ്ണൂറാണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ITI കോളേജിലെ എല്ലാ കോഴ്സുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോഴ്സാണ്, അത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഈ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായി അത് റീകോൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ റീകോൾ ചെയ്യാം. അത്ര നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഓപ്ഷൻസ് കൃത്യമായിട്ട് എല്ലാ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ആൻഡ് അപ്ഡേറ്റ് ട്രേഡ് ഓപ്ഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് നമ്മുടെ സക്സസ്ഫുള്ളി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് വേറെ ഒരു കോളേജിൽ കൂടി കൊടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഡിസ്ട്രിക്റ്റ് കൊണ്ടുകൊടുക്കുന്നു. എനിക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ജില്ലയിലാണ്, ഏത് ജില്ലയിലാണ്, ഇപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ അവിടെ ജസ്റ്റ് കണ്ണൂർ ജില്ലയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ജസ്റ്റ് അവിടെയുള്ള രണ്ടാമത്തെ ഇവിടെ ഓൾറെഡി ഗവൺമെൻറ് IT കണ്ണൂർ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതോടെ ഞാൻ ജസ്റ്റ് ഗവൺമെൻറ് IT മാടയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയുള്ള കോഴ്സുകൾ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്ത കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് രണ്ടാമതാക്കുന്നു, അല്ലെങ്കിൽ അത് ഒന്നാമതാക്കുന്നു. ആ രീതിയിൽ എനിക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യം ജസ്റ്റ് ഇവിടെ മൂവ് ചെയ്യുന്നു, ഡൗൺ ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യം കൊടുത്ത് ഞാൻ 2 കോളേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 2 കോളേജ് മാത്രം കൊടുത്ത് സേവ് ആൻഡ് അപ്ഡേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ട്രേഡ് ഓപ്ഷൻസ് അപ്ഡേറ്റ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 കോളേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ജില്ലാടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിലെ കോളേജ് നിങ്ങളിവിടെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് പ്രിവ്യൂ ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത് നിങ്ങൾക്ക് പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റ എല്ലാം കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ ജസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ കാര്യം വായിച്ച് നോക്കുക. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ ഇപ്പോഴുണ്ട്. പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യം കൃത്യമായിട്ട് കൊടുത്ത് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഇവിടെ ഈ ഒരു ബോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ സബ്മിറ്റ് യുവർ ബട്ടൺ, അതായത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് മേക്ക് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് അതായത് 100 രൂപയാണ് ജസ്റ്റ് പേയ്മെൻറ്റ് ഫീസ് ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 100 രൂപയുടെ നിങ്ങളിവിടെ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ് പേജിലേക്ക് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കൈവശമുള്ള ഗൂഗിൾ പേ അല്ലെങ്കിൽ GPay ഏതാണോ ആ മെത്തേഡ് നിങ്ങൾക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ UPI വഴിയാണ് ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ QR പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് നെറ്റ് ബാങ്ക്, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു.
അപ്പോൾ നമുക്ക് ഇനി എൻ്റെ അടുത്തുള്ള അതായത് ജസ്റ്റ് GR ജനറേറ്റർ ഓക്കെ അടിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഏത് മെത്തേഡ് വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഏതാണോ മെത്തേഡ് ജസ്റ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് UPI കാണാൻ സാധിക്കും. അപ്പോൾ UPI വഴി നിങ്ങൾ ഗൂഗിൾ പേ ആണ്, ഗൂഗിൾ പേ ഈ രീതിയിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ പേ 100 എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഡയറക്റ്റ് പോവുകയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് മൊബൈൽ ഫോൺ സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് പിന്നീട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബാക്കി അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും പരമാവധി നമ്മുടെ ചാനൽ തന്നെ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷ പൂർത്തീകരിക്കാൻ വേണ്ടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് സമാദരിച്ചിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.